ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ അടുത്ത് ഒരുപാട് പണം ഉണ്ടാകും, ഗുഡ് ഹെൽത്ത് ഉണ്ടാകും, ഒരുപാട് പേരെ കൺട്രോൾ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് പവറും ഉണ്ടാകും. ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും ഈ ലോകത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ലവ് ആൻഡ് കെയർ ചെയ്യുന്നതിനും ആരുമില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എംപ്റ്റി ആയിരിക്കും. ഈ കാര്യം ഗ്യാരി ചാപ്മാൻ എന്നൊരു റിലേഷൻഷിപ്പ് എക്സ്പേർട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നുണ്ട്. സോ നമ്മുടെ ലൈഫ് മീനിങ് ഫുള്ളായിട്ട് ഒരു പേർപ്പസോട് കൂടി സ്പെൻഡ് ചെയ്യുന്നതിനും നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനും നമ്മുടെ പാരൻസ്, ലൈഫ് പാർട്ട്ണർ ആൻഡ് ഫ്രണ്ട്സിൻ്റെ ലവ് എന്തായാലും ആവശ്യമായിട്ട് വരും. ഈ ബുക്കിൻ്റെ ഓതർ ഗ്യാരി ചാപ്മാൻ നമ്മൾ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ലവ് ടാങ്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ലവ് ടാങ്ക് നിങ്ങളുടെ ലൈഫിലുള്ള ചില ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസിന് മാത്രമാണ് ഫില്ല് ചെയ്യാൻ കഴിയുക എന്നും പറയുന്നു. നമ്മുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസിൻ്റെ അടുത്ത് നിന്ന് ഈ ലവ് ടാങ്ക് ഫില്ലാകുന്നത് വരെയാണ് നമ്മൾ മെൻ്റലായിട്ടും ഇമോഷണലായിട്ടും സ്റ്റേബിളായിട്ടിരിക്കുകയും നമ്മുടെ ലവ് ടാങ്ക് ഫില്ലായില്ലെങ്കിൽ ഈ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് ആങ്കർ, ഡിപ്രഷന്, ഫൈറ്റ് ആൻഡ് സാഡ്നെസ് കാരണം നമ്മുടെ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് സ്പോയിലാകും എന്നും പറയുന്നു. ഒരുപാട് റിലേഷൻഷിപ്സ് സ്പോയിലാകുന്നതിനുള്ള മെയിൻ റീസൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള കാരണം തന്നെ ഒരാൾ മറ്റേയാളുടെ ലവ് ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തതാണ്. എങ്ങനെയാണ് മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളോട് ഹിന്ദിയിൽ കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാകാത്തത്, അതുപോലെയാണ് ഓരോരുത്തർക്കും ഓരോരോ ലവ് ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അവരുടെ ലവ് ടാങ്ക് ഫുള്ളാവുക എന്ന് പറയുന്നു. സോ നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്സ് നന്നായിട്ടിരിക്കുന്നതിന് ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന 5 ലവ് ലാംഗ്വേജസ് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റായിട്ടുള്ള സമയത്ത് യൂസ് ചെയ്യാൻ തുടങ്ങുക. നമുക്ക് ആ ലവ് ലാംഗ്വേജസ് 1 by 1 ആയിട്ട് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 1, വേർഡ് ഓഫ് അഫർമേഷൻ. ഒരുപാട് ആളുകൾക്ക് മറ്റുള്ളവർ അവരെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഇത് അവരുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് കിട്ടണമെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട്. ഹസ്ബൻഡ് വൈഫിനെ ബെറ്ററായിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വൈഫിൻ്റെ കൂടെ വീട്ടിലെ ജോലിയും ചെയ്യുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തെ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ചെയ്താലും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ലവ് ടാങ്ക് ഫില്ലാകുന്നില്ല. അവർ എംപ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അവരുടെ ലവ് ലാംഗ്വേജ് വേർഡ് ഓഫ് അഫർമേഷൻ ആണ്. അവരുടെ ഹസ്ബൻഡ് അവരെക്കുറിച്ച് ലവിങ് ആയിട്ടും കെയറിങ് ആയിട്ടും പറയണമെന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതാണ് അവരുടെ ലവ് ടാങ്ക് ഫില്ല് ചെയ്യുക. എന്നാൽ അവരുടെ ഹസ്ബൻഡ് ഇതെല്ലാം സിനിമയിൽ മാത്രമാണ് ചെയ്യുക എന്നും അതുപോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും വിചാരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ട് ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്താലും അവരുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു എംപ്റ്റിനെസ് നിലനിൽക്കുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ ആക്ച്വലായിട്ട് റിയൽ വേർഡ്സിലൂടെ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. കാരണം അതാണ് ചില ആളുകളുടെ ലവ് ടാങ്ക് ഫില്ല് ചെയ്യുക. നമ്പർ 2, സ്പെൻഡിങ് ക്വാളിറ്റി ടൈമിങ്. എങ്ങനെയാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ ചില ആളുകളുടെ ലവ് ടാങ്ക് ഫില്ല് ചെയ്യുന്നത്, അതുപോലെ ചില ആളുകൾക്ക് അവരുടെ പാർട്ട്ണർ അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്താലാണ് അവരുടെ ലവ് ടാങ്ക് ഫില്ലാകുക. അവരോട് നിങ്ങൾ വേർഡ്സിലൂടെ എത്രയ്ക്ക് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്താലും ആക്ച്വലായിട്ട് അവരുടെ കൂടെ ഒരു വാക്കിന് പോകുന്നതോ എന്തെങ്കിലും ഗെയിം കളിക്കുന്നതോ കുക്ക് ചെയ്യുന്നത് പോലെ ഡിജിറ്റൽ അല്ലാതെ റിയൽ ലൈഫിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അവരുടെ ലവ് ടാങ്ക് ഫില്ലാകുക. ഈ കാര്യം റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ മാത്രമല്ലാതെ നമ്മുടെ പാരൻസ് ആൻഡ് റിലേറ്റീവ്സും എക്സ്പെക്റ്റ് ചെയ്യും. ഫാമിലി ഫംഗ്ഷൻ എല്ലാം അവർ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കും. സോ ഇങ്ങനെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെയും നമ്മുടെ റിലേഷൻഷിപ്സ് ബെറ്ററാക്കി മാറ്റാൻ കഴിയും. നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് ഇതാണെങ്കിൽ അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുക. നമ്പർ 3, റിസീവിങ് ഗിഫ്റ്റ്സ്. ചില ആളുകൾക്ക് ഗിഫ്റ്റ്സ് റിസീവ് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് അതിൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. എന്നാൽ ഒരാളുടെ ലവ് ലാംഗ്വേജ് ഗിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നതും വാങ്ങുന്നതും അവോയ്ഡ് ചെയ്താൽ അത് പ്രോബ്ലമാണ് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഒരാൾക്ക് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ ആ സമയത്ത് ആലോചിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ആ ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുന്നത്. ഇതുപോലെയുള്ള ഗിഫ്റ്റ്സ് എക്സ്പെൻസീവ് ആയിട്ടിരിക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ചോക്ലേറ്റ്സ്, റോസ് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡ് തന്നെ അവരെ ഹാപ്പിയാക്കും. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ കഴിയില്ലെങ്കിൽ കൂടെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഫോട്ടോ പോലെയുള്ള മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഗിഫ്റ്റ് ചെയ്താലും അത് അവരെ വളരെ ഹാപ്പിയാക്കും. അത് അവരുടെ ലവ് ടാങ്ക് ഫില്ല് ചെയ്യും. നമ്പർ 4, ആക്ട്സ് ഓഫ് സർവീസ്. ഫസ്റ്റ് ലവ് ലാംഗ്വേജ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞ എക്സാമ്പിൾ, ഹസ്ബൻഡ് ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത്.
ഇതിനെയാണ് നമ്മൾ ആക്ട്സ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇതുപോലെ ലവ് ലാംഗ്വേജിന് റിയാക്ട് ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ എന്തൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്താലും ഗിഫ്റ്റ് കൊടുത്താലും അവരുടെ ലവ് ടാങ്ക് ഫില്ലാകില്ല. അതിന് പകരം റെസ്പോൺസിബിലിറ്റി എടുത്ത് അവർക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ വർക്ക് സ്പ്ലിറ്റ് ചെയ്താൽ അവർ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് കിച്ചണിൽ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതോ ക്ലീൻ ചെയ്യുന്നതോ കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതോ ഇതുപോലെ ഫാമിലിയെ നോക്കുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിൽ ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെയും അവർ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. സോ നിങ്ങളുടെ പാർട്ട്ണർ ഇതുപോലെയുള്ളൊരു ലവ് ലാംഗ്വേജിന് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും അവരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുക. നമ്പർ 5 ഫിസിക്കൽ ടച്ച്. 5 ലവ് ലാംഗ്വേജാണ് ഫിസിക്കൽ ടച്ച്. ചില ആളുകൾ ഇതിനു മുമ്പ് പറഞ്ഞ ഏത് ലവ് ലാംഗ്വേജിലും റിയാക്ട് ചെയ്യാതെ ഈ ലവ് ലാംഗ്വേജിന് മാത്രമായിട്ട് റിയാക്ട് ചെയ്യും. അവരോട് നിങ്ങളുടെ ലവ് മുമ്പ് പറഞ്ഞ ലവ് ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാതെ ജസ്റ്റ് ഹാൻഡ് ഹോൾഡ് ചെയ്ത് വാക്ക് ചെയ്യുന്നതോ എമോഷണലായിട്ടോ സാഡായിട്ടോ ഫീൽ ചെയ്യുമ്പോൾ വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തത് ജസ്റ്റ് ഒരു ഹഗ്ഗിലൂടെയോ ഷോൾഡറിൽ ടാപ്പ് ചെയ്യുന്നതിലൂടെയോ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. നമ്മുടെ അമ്മമാരെങ്ങനെയാണ് നമ്മുടെ ഹെയർ ടച്ച് ചെയ്ത് നമ്മളെ കെയർ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് നമ്മൾ അടുത്തുണ്ടാകുമ്പോൾ ഷോൾഡറിൽ കൈയിടുക, ഇതുപോലെ ചെറിയ ചെറിയ ഫിസിക്കൽ ടച്ച് എല്ലാം അവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യിക്കും. എന്ത് വന്നാലും ഇവർ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കും. സോ നിങ്ങളുടെ പാർട്ട്ണർ ഇതുപോലെയുള്ള ഒരു ലവ് ലാംഗ്വേജിന് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ ലവ് ലാംഗ്വേജിൽ സംസാരിക്കാൻ തുടങ്ങുക. ഇതാണ് ആ 5 ലവ് ലാംഗ്വേജസ്. ഈ ലവ് ലാംഗ്വേജ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളോട് നിങ്ങളുടെ ലവ് ആൻഡ് കെയർ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയാൽ അത് ശരിക്കും നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കി മാറ്റും. ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ദ 5 ലവ് ലാംഗ്വേജസ് എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക, ചാനൽ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതർ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.